ഇന്നത്തെ വീഡിയോ ഒരു മീൻ കറിയാണ്. അപ്പോൾ ഞാനന്ന് അത്യാവശ്യം മാർക്കറ്റിൽ പോയി കുറച്ച് ആവോലി, കറുത്ത ആവോലി മേടിച്ചു. അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് കരുതി. അതിന് വേണ്ടി ഞാൻ ഒരു ജാറിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയിട്ട് അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 പീസ് കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മീൻ കറിയിലേക്ക് ആവശ്യമായിട്ട്. അപ്പോൾ അതിലേക്ക് കുടംപുളിയിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന അത് കാരണം വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് പൊക്കോളും. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് ഇട്ടു, ആവശ്യത്തിന് കടുക്. അതിനുശേഷം ഞാൻ കുറച്ച് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഉലുവയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ആയിട്ട് ചേർക്കാനുള്ളത് ഇനിയിപ്പോൾ ചെറുള്ളിയാണ്. അപ്പോൾ തീ അത്യാവശ്യം കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഞാൻ കുറച്ചു. അപ്പോൾ ചെറുള്ളി അരിഞ്ഞു വെച്ച ചെറുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വാടി ഒരു റെഡ്നെസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുരു നമ്മളെ കിഡ്നിയെ ബാധിക്കുന്ന സംഭവം ആയതുകൊണ്ട് കുരു എടുത്ത് മാറ്റിയിട്ടാണ് കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അരപ്പിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് അരപ്പിൻ്റെ ടേസ്റ്റ് ഒരു പച്ചക്കുത്ത് മാറുന്നവരെ നമ്മളൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി കുരു കളഞ്ഞ് നന്നാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. നമുക്ക് തക്കാളി പേസ്റ്റ് ആണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ തക്കാളി പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് തക്കാളിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ മസാലയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയുടെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ, പച്ചക്കുത്ത് മാറുന്നത് നമുക്കൊരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. 5 മിനിറ്റ് തന്നെ നമ്മൾ അത് ചെയ്യണം കേട്ടോ. ഒരു മീഡിയം ചൂടിൽ തന്നെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പച്ചക്കുത്ത് വരും, പച്ച ചുവയ്ക്കും എന്ന് പറയും. അപ്പോൾ അത് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരച്ച ജാറ് കഴുകി എടുത്ത മസാല വെള്ളമാണത്, അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ എന്തോരം ഉണ്ട്, നമുക്ക് എന്തോരം കറി വേണം, അതിൻ്റെ ഭാഗത്തിന് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, തിളച്ച വെള്ളമാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീൻ ഇടുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്ത് നമുക്ക് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് അതിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ആയിട്ടുണ്ടോ നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് തിളച്ച ഈ കറിയിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മീനാണ് ചെയ്യാൻ പോകുന്നത്. മീൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യമായിട്ടുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മീൻ വെട്ടിയപ്പോൾ കുറച്ച് തലയുണ്ടായിരുന്നു. അതെല്ലാം ക്ലീനാക്കി വെച്ചിട്ടാണ്, ഡ്രൈ ആക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കറിയിലേക്ക് ചേർക്കുന്നത്. മീനൊക്കെ ശരിക്കും ഉപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷമാണ് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമാണ് കറിയിലേക്ക് ചേർക്കുന്നത്. മീനിട്ട് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20 മീൻ നന്നായിട്ട്, അല്ലെങ്കിൽ ചില ആൾക്ക് മീൻ ശരിക്ക് വേവണം എന്നുള്ള എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ ചില ആൾക്ക് ഈ മീൻ കറി വയ്ക്കുമ്പോൾ അത്ര മനസ്സിൽ പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചാറങ്ങ് പറ്റിച്ചിട്ട് നല്ലൊരു വേവാവുന്നവരെ നമ്മൾ ഇച്ചിരി സമയം കൂടുതലെടുത്താണ് ചെയ്യുള്ളൂ.
അപ്പോൾ ഇവിടെ ഞാനൊരു അരമണിക്കൂർ എങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഈ കറി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കയ്യിലുപയോഗിച്ച് മീൻ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കയ്യിലുപയോഗിച്ച് പിന്നെ ഇളക്കാൻ പാടില്ല. നമ്മൾ 2 കറിപ്പാത്രം പൊക്കി എടുത്തിട്ട് പതുക്കെ സൈഡ് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടി ഇളകി കിട്ടുന്നതാണ്. അപ്പോൾ അത് മീൻ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കയ്യിലുപയോഗിച്ച് നമ്മൾ മീൻ കറി ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാത്രം പൊക്കിയെടുത്തിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് വെള്ളം പറ്റാനുണ്ട്. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ കറി ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ചാറൊക്കെ നല്ല പരുവത്തിന് പറ്റി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിരിക്കുക, നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് ആവോലിയാണ്, കറുത്ത ആവോലിയാണ് കറി വെച്ച് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻസ്